ദിവസങ്ങൾക്ക് മുൻപാണ് അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയതിന് ചൈനക്കാരായ 2 ഗവേഷകർ അറസ്റ്റിലായത്. ചൈനയിലെ സർവകലാശാലയിൽ ഗവേഷകനായ സുയോങ്ങിയും ഇയാളുടെ സുഹൃത്തും യുഎസിലെ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകനുമായ യുങ്കിങ് ജിയാൻ എന്നിവരാണ് പിടിയിലായത്. കാർഷിക വിളകൾക്ക് വൻ നാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസാണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയതെന്ന് FBI വ്യക്തമാക്കിയിരുന്നു. ഫിസാരിയം ഗ്രാമിനിയനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫംഗസാണ് വിമാനമാർഗം യുഎസിലേക്ക് എത്തിച്ചത്. കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസിനെ കാർഷിക തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞിരുന്നു. 2020 അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലേക്കും ചൈനയിൽ നിന്നും വിത്തുകൾ എത്തിയിരുന്നു. പടർന്നു പിടിക്കുന്നതും അപകടകരവുമായ സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിൽ നടന്നത്. ചൈനയുടെ കാർഷിക തീവ്രവാദം അവസാനിപ്പിക്കാൻ ഏകമാർഗം ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ്. ചൈന ബന്ധം യുഎസിനെ തന്നെ തിരിച്ചടിയാകും. ഒരുപക്ഷെ കോവിഡിനേക്കാൾ മാരകമായതെന്തു രാജ്യത്ത് ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഗുരുതരമായ ദേശീയ സുരക്ഷാ പ്രശ്നമായാണ് ട്രംപ് ഭരണകൂടം ഈ ഫംഗസ് കടത്തലിനെ കാണുന്നത്. ഫ്യൂസേരിയം ഗ്രാമിനിയനം എന്ന ഫംഗസാണ് ചൈനീസ് ഗവേഷകൻ കടത്താൻ ശ്രമിച്ചത്. ഈ ഫംഗസിനെ ശക്തിയേറിയ ആംഗ്രോ ടെററിസം ആയുധമായാണ് അമേരിക്ക ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗോതമ്പ്, ബാർലി, ചോളം, അരി എന്നീ വിളകളെ തുടച്ചു നീക്കുന്നതിനൊപ്പം മനുഷ്യരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും. കരൾ തകരാറിനും പ്രത്യുൽപാദന അവയവങ്ങളുടെ തകരാറിനും ഇത് കാരണമാകും. ഓരോ വർഷവും ലോകത്തെമ്പാടും ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരുത്തുന്നതിന് പിന്നിലും ഈ ഫംഗസ് ആണെന്ന് US ജസ്റ്റിസ് വകുപ്പ് വ്യക്തമാക്കി. കൃഷിക്ക് വ്യാപക നാശനഷ്ടമുണ്ടാക്കാനായി മനഃപൂർവ്വം രോഗകാരികളായ അണുക്കളെയും ഫംഗസുകളെയും സൃഷ്ടിച്ചുവിടുന്ന ഭീകര പ്രവർത്തനമാണിത്. വിളകൾ, കന്നുകാലികൾ, ഭക്ഷ്യസംസ്കരണ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യം വെക്കുന്ന ജൈവ ഭീകരതയാണിത്. പാത്തോജനുകൾ പടർന്നാൽ ഭക്ഷ്യക്ഷാമത്തിന് പുറമെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. 1984 ഉറിഗണിലെ ഒരു മത കൾട്ട് പ്രസ്ഥാനം പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് സാലഡ് ബാറുകളിൽ സാൽമോണല്ല ബാക്ടീരിയ കടത്തിവിട്ട് വിഷലിപ്തമാക്കിയത് ആഗ്രോ ടെററിസത്തിന് ഉദാഹരണമാണ്. അന്ന് 750ഓളം പേർ ആശുപത്രിയിലായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.